സമൃദ്ധി ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരുപാട് പൈസയോ ഒരുപാട് പ്രശസ്തിയോ മാത്രമല്ല. സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ആണ്. എനിക്കുണ്ട്, എനിക്ക് സുഹൃത്തുക്കളുണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്, എനിക്ക് അനുഭവങ്ങളുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് സമാധാനമുണ്ട്, എനിക്ക് ഉണ്ടെന്നുള്ള ഒരു ഫീല് തന്നെ ഒരു ഭയങ്കര രസമുള്ള സംഭവമാണ്. കറക്റ്റ് അല്ലേ? അല്ലേ? എനിക്ക് ഒന്നും ഇല്ല എന്നുള്ളൊരു ഫീലാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഞാൻ അല്ലാതെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ബാലൻസോ പേഴ്സോ വാലറ്റോ അല്ല. പൊതുവിൽ അങ്ങനെ എല്ലാ ആളുകളും ചിന്തിക്കുന്നത് സമൃദ്ധി എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ്, കാറ്, വീട് ഇതൊക്കെയാണെന്നാണ്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സമൃദ്ധിയാണെന്നേ. ഞാൻ ഈ അടുത്ത കാലത്ത് സുഹൃത്തുക്കളെ കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പോൾ ലോകത്ത് 3 ടൈപ്പ് സുഹൃത്തുക്കളാണുള്ളത്. ചിലര് മരത്തിന്റെ ഇലകൾ പോലെയാണ്, ഒരു കാറ്റടിച്ചാൽ കൊഴിഞ്ഞു പോണ സുഹൃത്തുക്കൾ അല്ലേ? കറക്റ്റ് അല്ലേ? ചിലവര് മരത്തിന്റെ കൊമ്പ് പോലെയാണ്, കുറച്ച് ലാസ്റ്റ് ചെയ്യും, പക്ഷെ കൊമ്പ് എത്ര വന്നാലും ഒടിഞ്ഞു പോകും. പക്ഷെ ചില സുഹൃത്തുക്കൾ മരത്തിന്റെ വേര് പോലെയാണ്, അത് മരം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. അപ്പൊ നമ്മൾ ഉള്ളിടത്തോളം കാലം, നമ്മളെ ജീവനുള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന ചില അപൂർവം ചില സുഹൃത്തുക്കളുണ്ട് അല്ലേ? കറക്റ്റ് അല്ലേ? ഒരു 3 മണിക്ക് നമുക്കൊരു പ്രോബ്ലം വന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്ന ഒരു സുഹൃത്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ നമ്മൾ സമൃദ്ധി അനുഭവപ്പെടുന്ന സമൃദ്ധിയാണത്. അതും സമൃദ്ധിയാണ്. സൗഹൃദത്തിന്റെ ഒരു സമൃദ്ധി അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് സൗഹൃദത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ടോ നിങ്ങൾക്ക്? സ്നേഹത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ടോ? സന്തോഷത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ട്. ഇതൊക്കെ തന്നെയുള്ള ഈ ആത്മീയത എന്ന് പറയുന്ന സംഭവം അല്ലെ? കറക്റ്റ് അല്ലേ? അല്ലാതെ ഒരുപാട് ബാങ്ക് ബാലൻസും ഡിപ്രഷനും ഒറ്റപ്പെടലും ജീവിക്കുന്ന കുറെ ആൾക്കാരെ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ. അതിനെ സമൃദ്ധി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ അതിനെ സമൃദ്ധി എന്ന് വിളിക്കുന്നില്ല. പക്ഷെ വേറൊരു ഭാഗത്ത് നിന്ന്, വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരില്ലായ്മയിൽ ജീവിക്കുമ്പോൾ ഇതാണ് സമൃദ്ധി എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ലോകം തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്ത് ഒരുപാട് പൈസ ഉള്ള മാത്രമാണ് സമൃദ്ധി എന്ന് ലോകം തെറ്റിദ്ധരിക്കും. ഇവിടെ വരുമ്പോഴാണ് അതായിരുന്നു സമൃദ്ധി എന്നെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധി എന്ന് പറയുന്നത് എന്റെ ആവശ്യങ്ങൾ മുഴുവനും ഭംഗിയായിട്ട് നടന്നു പോകുന്നതാണ് സമൃദ്ധി. എനിക്ക് എന്താണോ ആവശ്യം, എന്റെ ആവശ്യങ്ങൾ ഗംഭീരമായിട്ട് നടന്നു പോകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സമൃദ്ധി. അതിൽ എനിക്ക് നന്ദി ഉണ്ടെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്, ഞാൻ ഹാപ്പിയാണ് അല്ലെ? കറക്റ്റ് അല്ലേ? നമുക്കുള്ള കാര്യങ്ങൾ ഇതും പോരാ 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 എന്നുള്ള മൈൻഡാണ് ദാരിദ്ര്യം. കറക്റ്റ് അല്ലേ? ഇതാണ് ഈ ഭിക്ഷക്കാരൻ്റെ ബെഗേഴ്സ് മൈൻഡ് എന്ന് പറയും. അതായത് പോരാ 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 പോരാ. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് അമ്പലത്തിലായിക്കോട്ടെ പള്ളിയിലായിക്കോട്ടെ യാചിക്കാൻ പോകുന്ന ആൾക്കാരാണ്. യാചകരെ ഈ ലോകത്ത് ആർക്കാണ് ഇഷ്ടം? നിങ്ങൾക്ക് യാചകരെ ഇഷ്ടമാണ്? ദൈവത്തിനും എനിക്ക് തോന്നുന്നില്ല യാചകരെ ഇഷ്ടമാവുമെന്ന്. നമ്മൾ ആരെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ പോയി നട്ടെ, ദൈവമേ ഇന്ന് കിട്ടിയതിനൊക്കെ നന്ദി കേട്ടോ, ഈ ജോലിക്ക് നന്ദി, ഈ വസ്ത്രത്തിന് നന്ദി, ഈ ഭക്ഷണത്തിന് നന്ദി, ഇതുവരെ തന്നതിനൊക്കെ നന്ദി. അപ്പൊ എന്തിനാ വന്നിരിക്കുന്നത്? വെറുതെ വന്നാ നന്ദി പറയാൻ. അങ്ങനെ അല്ല, അങ്ങനെ പറയുമ്പം ഇസ്ലാമില് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇസ്ലാമായിട്ടുള്ള ആളുകള് അവരൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും അൽഹംദുലില്ലാ, ദൈവത്തിന് നന്ദി, അവരുടെ ഒരു പ്രാക്ടീസ് ആണ്. അതൊരു വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. ഗംഭീരമായിട്ടുള്ള പ്രാക്ടീസ് ആണ്. കാരണം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതിലേക്കൊരു എനർജി വരും എന്നാ പറയുന്നത്. ശരിക്കും അത് നമുക്കൊരു ടോണിക്കായി മാറും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ശരിക്കും കാരണം നമ്മൾ ഈ ഒരുപാട് പ്രശ്നത്തിൽ കഴിക്കുന്ന ഭക്ഷണം പോലും നമ്മുടെ മൈൻഡിനെ അതായത് ഈ ശരിക്കും ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുടെ എനർജി വരെ, അയാളുടെ മൈൻഡ് സെറ്റ് വരെ ഭക്ഷണം കഴിക്കുന്ന ആളെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മളൊരു ഹാപ്പി ആയിട്ട് ഒരാൾ കുക്ക് ചെയ്തിട്ട് ആ ഭക്ഷണം കഴിക്കുന്നതും, വളരെ നിരാശപ്പെട്ട് ജീവിതം മടുത്തിട്ട് ഒരാൾ പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കുന്നതും ആ ഭക്ഷണത്തിൽ വരുന്ന എനർജിയിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കണ പോലെ ഒരു ചില്ലറ സംഭവമല്ല എനർജി. അതായത് നമ്മൾ ഇന്ന് വരെ ചിന്തിച്ച സമൃദ്ധി അല്ല യഥാർത്ഥത്തിലുള്ള സമൃദ്ധി എന്നിപ്പോ സാറ് പറഞ്ഞു. ഒരു വലിയ അറിവായിരുന്നു. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.